കണ്ണൂർ പിലാത്തറയിൽ മഹാരാഷ്ട്ര സ്വദേശികളായ കുടുംബത്തെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും കവർച്ച ചെയ്ത കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. അതിന് കാർ ഉടമ അശോക് യശ്വന്തിനെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു. കേസിൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഇടപെടലുണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ്. ഇതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി ഉൾപ്പെടെ 15 പേരാണ് സംഘത്തിലുള്ളത്. അതിനിടെ കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരികളെ വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാറിനകത്തുണ്ടായിരുന്ന സ്ത്രീയെയും ഡ്രൈവറെയും വീണ്ടും ചോദ്യം ചെയ്യും. കാറിലുണ്ടായിരുന്ന ജലന്ധർ നിഗം താൻ പോകുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസായി ഇട്ടിരുന്നു. ഇതുവഴിയാകാം പണവുമായി ഇവർ കേരളത്തിലേക്ക് വരുന്നെന്ന വിവരം ചോർന്നതെന്ന സംശയത്തിലാണ് പോലീസ്. ആക്രമണം നടത്തിയ ശേഷം കടന്നുകളഞ്ഞ ഇന്നോവ കാറുകൾ കണ്ടെത്താൻ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ചാരനിറത്തിലുള്ള 2 ഇന്നോവ കാറുകളിലെത്തിയ 6-അംഗ സംഘമാണ് ഇതര സംസ്ഥാന കുടുംബത്തെ ആക്രമിച്ച് പണവും സ്വർണവും കവർന്നത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.